ഇത് വൻ ദുരന്തമായിപ്പോയി. തൊടുപുഴ എത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജിന് മുന്നിലുള്ളത്. തൊടുപുഴ നെക്സ്റ്റ് സ്റ്റോപ്പ് തൊടുപുഴ. തൊടുപുഴയിൽ നിന്ന് നേരെ കൊച്ചിക്ക്. കൊച്ചിയിൽ കളി കാണുക എന്നതാണ് ഉദ്ദേശം. പക്ഷേ അത് എത്രത്തോളം നടക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പിന്നെ കൊച്ചിയിൽ റൂം കിട്ടണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫസ്റ്റ് ബാഗും സാധനമൊക്കെ ബൈക്കുമെല്ലാം അവിടെ വെച്ചിട്ട് പിന്നെ ഓട്ടോയിൽ പോകാനാണ് പ്ലാന് സ്റ്റേഡിയത്തേക്ക്. ടിക്കറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. നെഗറ്റീവാണ്. അങ്ങനെ പലരോടും വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ടിക്കറ്റ് കഴിഞ്ഞു എന്ന് മാത്രം എല്ലാവരും പറയണം. നോക്കട്ടെ, മാക്സിമം പിടിക്കണം. ഇപ്പം തന്നെ സമയം 12 മണിയായി. ഇവിടെ നിന്ന് തൊടുപുഴ പോകണം. തൊടുപുഴയിൽ ഏതാണ്ട് 1 മണിക്കൂർ അവിടെ ചിലവഴിക്കും. മൂവാറ്റുപുഴ ഉച്ചക്ക് എത്തണം. അതായത് ഒരു 2-3 മണിക്കൂർ മൂവാറ്റുപുഴയ്ക്ക് എത്തണം. പക്ഷെ നടക്കും തോന്നില്ല. ഓ മൈ ഗോഡ്, നോർത്ത് ഇന്ത്യ വിട്ടപ്പോൾ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചതാ. ആന്ധ്രാപ്രദേശ് തമിഴ്നാടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചതേ വീണ്ടും. ഒരു 4-5 വർഷം മുന്നേ ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്, ഇതേ റൂട്ടിൽ. അന്ന് ഈ റോഡ് എങ്ങനെയാണോ അതിനെക്കാട്ടി മോശമാണ് ഇന്നത്തെ അവസ്ഥ. ഈ ഒരു ഭാഗം അന്നും വളരെ മോശമായിരുന്നു.
ഞാൻ 2-3 വട്ടം വന്നതാണ് ഇവിടെ വാഗമണ്ണ്. ഇതേ റൂട്ടിലാണ് ഞാൻ വന്നത്. ഞാൻ റൈഡ് ചെയ്ത് തന്നെയാണ് വന്നത്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് നല്ല മാറ്റമുണ്ട്, പഴയതുപോലെയല്ല. ഫുള്ളി ഡെവലപ്ഡാണ്, കംപ്ലീറ്റ് എല്ലാം ഡെവലപ്പ് ചെയ്ത് ഗവൺമെൻറ്. പക്ഷേ റോഡുകളൊക്കെ ദുരന്തമാണ്, വൻ ദുരന്തം. ഈ റൂട്ടിലൂടെയാണല്ലോ ഞാൻ ഇന്നലെ രാത്രി വരാൻ നോക്കിയത്, അതും മഴയത്തും മഞ്ഞിലും. നാട്ടുകാർ പറഞ്ഞിരുന്നു, അവിടുത്തെ ലോക്കൽസൊക്കെ പറഞ്ഞിരുന്നു റോഡ് വളരെ ദുരന്തമാണെന്ന്. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓഫ് റോഡ് ഹെവനാണ് വാഗമൺ. കണ്ടില്ലേ? ഞാൻ പണ്ട് വരാൻ നേരത്തെ ഏലപ്പാറ, വാഗമൺ, ഏലപ്പാറ റൂട്ടൊക്കെ വളരെ മോശമായിരുന്നു. ഇന്ന് ആ റൂട്ടൊക്കെ അടിപൊളിയായി. ആകെ അവിടെ ഇവിടെയൊക്കെ കുഴിയുണ്ടെന്നല്ലാതെ അതെന്നാലും വലിയ തിരക്കില്ല. നമുക്ക് വല്ലപ്പോഴും 2-3 കിലോമീറ്ററിൽ ചെറിയ കുഴി അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവും, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷെ ഇത് വൻ ദുരന്തമായിപ്പോയി. ഇതിനെക്കാട്ടിയും ചാലഞ്ചിങ് ആയ ടെറൈനാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ളത്. പക്ഷെ അവിടുത്തെ റോഡുകൾ മിക്കവാറും എല്ലാ റോഡുകളും ഇതിനെക്കാട്ടിയും സൂപ്പറാണ്. അവിടെ അതായത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, നമ്മുടെ ആർമിയുടെ, അത് നല്ല വർക്കാണ് അവിടെ ചെയ്യണത്.
ഇവിടുത്തെ റോഡൊന്നും ഇങ്ങനെയല്ല ശരിക്കും വേണ്ടത്. അവിടുത്തെ റോഡൊക്കെ കുണ്ടും കുഴി ഉണ്ടെങ്കിലും അത് അവർ പെട്ടെന്ന് റിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് കൊല്ലങ്ങളായിട്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് ആരും വന്നില്ല, അതാണ്. ഇതുവഴി എങ്ങാൻ ഞാൻ ഇന്നലെ രാത്രി വന്നിരുന്നേല് എൻ്റെ പണി തീർന്നേനെ. ഇപ്പോഴും ഇങ്ങനത്തെ കുടയോ. ഈ ഭാഗത്തൊക്കെ റോഡ് കുറച്ചുകൂടെ നന്നായിരുന്നു കേട്ടോ ആ ടൈമിൽ. ഇതൊരു വ്യൂ പോയിന്റ് മതി. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വണ്ടി നിർത്തി ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ വണ്ടി നിർത്തി താഴെ കൂടെ വരുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് ഇവിടെ. എന്ത് ദുരന്താണ് ഇതിലൂടെയൊക്കെ ഇപ്പോൾ. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സൈഡ് മൊത്തം കോടയാണ്, ഈ സൈഡ് മൊത്തം ദുരന്തവും. നാട്ടുകാരെ സമ്മതിക്കണം, ഇത്രയും കൊല്ലം സഹിച്ചു കഴിഞ്ഞാൽ.
ഫ്രണ്ട് ബ്രേക്ക് വളരെ കുറവാ, എന്താ ഭയങ്കര ലൂസാ. ബാക്ക് തിരക്കേടില്ല, പക്ഷെ അത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അതും ലൂസായി തുടങ്ങി. അത് മഴയത്തൊക്കെ ആയിട്ടേ. ഞാൻ മെല്ലെ തിരിക്കട്ടെ. ഇതേ കേരളത്തിനും റിവർ ക്രോസിങ്. ഈ റിവർ ക്രോസിംഗ് എല്ലാം കാണുമ്പോൾ എനിക്ക് നമ്മുടെ നോർത്തിലെ ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ അതുപോലത്തെ അല്ല ഇവിടുത്തെ വെള്ളം. ഇവിടുത്തെ സഹിക്കുക. അവിടുത്തെ ഞാൻ അറിയാതെ കാല് നിലത്ത് ചവിട്ടിയ 1-2 സംഭവം ഉണ്ടായി. അത് മറക്കില്ല ഞാൻ ഒരിക്കലും. കാല് മരവിച്ചു പോയിരുന്നു ഒന്ന്. അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. വണ്ടിയുടെ ബ്രേക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് മൊത്തത്തിൽ പോയി, ബാക്ക് കിട്ടിയെന്ന അവസ്ഥയിലുള്ളത്. അതായത് തിരക്കേടില്ലാത്ത രീതിയിൽ ഉണ്ട് അത്. ഇന്ന് ഞായറാഴ്ചയാണ്. കൊച്ചി ആയിരുന്നു ലക്ഷ്യം, സ്റ്റേഡിയത്തിൽ. ടിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം കുറച്ച് നേരത്തെ മുന്നേ വിളിച്ചപ്പോഴും നോക്കുകയാണെന്നാണ് പറഞ്ഞ്. കിട്ടി, ഒരു ഉറപ്പുമില്ല കിട്ടുമെന്ന്. ഇത്രക്കും ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് അവിടെ. പിന്നെ ഈ ഒരവസ്ഥയിൽ എങ്ങനെ കൊച്ചി എത്തുന്നത് അറിയില്ല. ഞായറാഴ്ച കൊണ്ട് കടകളൊന്നുമില്ല, അതായത് വർക്ക്ഷോപ്പ് ഇവിടെയില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആശാൻ വീട്ടിലെത്തി. ഇതു KVR ബജാജിൻ്റെ മെക്കാനിക്കാണ് അദ്ദേഹം. അവനില്ല ഇവിടെ. തൊടുപുഴ ന്യൂമാൻ കോളേജിന് മുന്നിലുള്ളത്. ബ്രേക്ക് എടുത്താണ് ഇവിടെ.